നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരുന്ന് കാണുന്ന ഒരു ടെലിവിഷൻ ചാനലാണ് റിപ്പോർട്ടർ. അതുകൊണ്ട് നമുക്ക് ഒരു കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നതിന് തന്നെ നമുക്കൊരു തടസ്സം നേരിടുകയാണ്. കാരണം ഇയാൾ ഇത്രത്തോളം അധപ്പതിച്ച ഒരു മനുഷ്യനാണോ എന്ന് തോന്നിപ്പോകും. ഹൂ കെയേഴ്സ് എന്നൊക്കെ ചോദിക്കുന്നത് ഏത് വിഷയത്തിലാണ്? അയാളുടെ കുഞ്ഞാണ് എന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു സ്ത്രീയുടെ കാര്യത്തിലാണ്. അത് അയാൾ അല്ലെങ്കിൽ അത്രയും കെയർ എടുത്ത് ഈ അബോർഷൻ ചെയ്യാനായിട്ടൊന്നും ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാൾക്ക് ഒരു പങ്കുമില്ലാത്ത ഒരു കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സ്ത്രീയോട് സംസാരിക്കുന്നത് എത്രത്തോളം മ്ലേച്ഛമായ രീതിയിലാണ്. ആ വാക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ തോന്നുന്നത്. അത്രത്തോളം ഒരു വാല്യൂ ഇല്ലാത്ത ഒരു തരത്തിലുമുള്ള ഒരു മൂല്യങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എനിക്ക് ആ സംഭാഷണം, ആ ചാറ്റ് കണ്ടപ്പോൾ, ആ പെൺകുട്ടിയുമായിട്ടുള്ള ഓഡിയോ കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയത്. അങ്ങനെയുള്ള ഏകയാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും മാന്യന്മാരാണ്, അങ്ങനെയൊന്നും കരുതാനും കഴിയുന്ന സാഹചര്യമല്ല. ഇതിനു മുൻപായാലും പല കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരുടെയും സ്വഭാവ വൈകൃതങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ പർട്ടിക്കുലർ കേസിൽ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് എന്നത് ആർക്കും കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്.